നമ്മുടെ ധ്യാനത്തിനായി അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 10-ാം അധ്യായം 42-ാം വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 42-ാം വാക്യം. ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെ എന്ന് ജനത്തോട് പ്രസംഗിച്ച് സാക്ഷീകരിപ്പാൻ അവൻ ഞങ്ങളോട് കൽപ്പിച്ചു. ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെ എന്ന് ജനത്തോട് പ്രസംഗിപ്പാൻ, ജനത്തോട് സാക്ഷീകരിപ്പാൻ അവൻ ഞങ്ങളോട് കൽപ്പിച്ചു. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 10-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ പത്രോസിന് ഉണ്ടാകുന്ന ദർശനത്തിനനന്തരം പത്രോസിൻ്റെ അടുക്കലേക്ക് കൊർന്നല്യോസ് അയക്കുന്ന 2 പടയാളികളും തനിക്ക് അകമ്പടി നിന്ന ഒരുവനും ദൈവഭക്തനും കൂടെ ചേർന്ന് 3 പേർ ചേർന്ന് പത്രോസിനെ തൻ്റെ ഭവനത്തിലേക്ക് വിളിച്ചു വരുത്തി ദൈവവചനം പ്രഘോഷിപ്പിക്കുവാൻ നിർബന്ധിക്കുമ്പോൾ പത്രോസ് തനിക്ക് ലഭിച്ച വെളിപ്പാടനുസരിച്ച് കൊർന്നല്യോസിൻ്റെ വീട്ടിൽ ചെന്ന് ഇറ്റലിയിൽ കൊർന്നല്യോസിൻ്റെ ഭവനത്തിൽ ചെന്ന് സംസാരിച്ചു തുടങ്ങുന്ന ഭാഗങ്ങളാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. അതിൻ്റെ മുകൾ വാക്യങ്ങളിലേക്ക് നാം കടന്നു വരുമ്പോൾ അതിൻ്റെ 39-ാം വാക്യത്തിൽ അദ്ദേഹം പറയുകയാണ്, കർത്താവായ യേശുവിനെ കുറിച്ച് ഒന്നാമതായി പറയുന്നു, മനുഷ്യർ അവനെ ക്രൂശിച്ച് കൊന്നു. യഹൂദ്യയിലും യെരൂശലേമിലും അവൻ ചെയ്ത സകലത്തിനും ഞങ്ങൾ സാക്ഷികളാകുന്നു. അവനെ അവർ മരത്തിന്മേൽ തൂക്കിക്കൊന്നു. അവനെ അവർ മരത്തിന്മേൽ തൂക്കിക്കൊന്നു. ഇവിടെ പറയുന്നത് ഒരു കൂട്ടർ ചേർന്ന്, ഒരു സമൂഹം ചേർന്ന് ഒരുവനെ തൂക്കിക്കൊന്നു. എന്നാൽ അതിൻ്റെ 40-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, ദൈവം അവനെ 3-ാം നാൾ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അവർ അവനെ മരത്തിന്മേൽ തൂക്കിക്കൊന്നു, ദൈവം അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഇത് ഇന്നത്തെ വിഷയത്തോട് ചേർന്നതല്ലെങ്കിലും ഈ വചനഭാഗത്തിൽ കൂടെ സഞ്ചരിച്ച് ഞാൻ മുൻപോട്ട് പോകട്ടെ. ഒരു സമൂഹം, ഒരു കൂട്ടുകെട്ട്, ഒരു വലിയ ഗ്രൂപ്പ് ചേർന്ന് മരത്തിന്മേൽ തൂക്കിക്കൊന്ന ഒരുത്തൻ അവനെ 3-ാം നാൾ ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ ദൈവം വേറെ ഒരു ഗ്രൂപ്പിനെ വിട്ടുവെന്നല്ല പറഞ്ഞത്, ദൈവം വേറെ ഒരു കൂട്ടത്തെ വിട്ടുവെന്നല്ല പറയുന്നത്, ദൈവം അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നവർ ദൈവസന്നിധിയിൽ ആശ്രയിച്ച് മുറുകെ പിടിച്ചാട്ടെ. അവർ അവനെ മരത്തിന്മേൽ തൂക്കിക്കൊന്നു. ഒരു സാമ്രാജ്യവും ഒരു സമൂഹവും ഒരു സംഘടനയും ഒരു വലിയ കൂട്ടുകെട്ടും ചേർന്ന് ആണ് അവനെ തൂക്കിക്കൊന്നത്. യേശുവിനെ മരത്തിന്മേൽ തൂക്കിക്കൊല്ലുവാൻ ഒരാൾ ചിന്തിച്ചാൽ നടക്കുകയില്ലായിരുന്നു, 10 പേർ ചിന്തിച്ചാൽ നടക്കുകയില്ലായിരുന്നു. ആകയാൽ മഹാപുരോഹിതന്മാരും പരീശന്മാരും യഹൂദന്മാരും ജാതികളും ഒരുമിച്ച് കൂട്ടുകെട്ടുണ്ടാക്കി യേശുവിനെ മരത്തിന്മേൽ തൂക്കിക്കൊല്ലുമ്പോൾ ആ മരത്തിൽ നിന്ന് ഇറക്കി അരിമത്തിയിലെ യോസഫിന്റെ കല്ലറയിൽ വെച്ച് യേശുവിനെ അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ എൻ്റെ ദൈവത്തിന് ഒരു സംഘടനയുടെയും ഒരു സമൂഹത്തിൻ്റെയും ഒരു കൂട്ടുകെട്ടിൻ്റെയും ആവശ്യമില്ലായിരുന്നു. ഒരു ജാതി മുഴുവനും ചേർന്ന് തൂക്കിക്കൊന്ന് ശവക്കല്ലറയിൽ അടച്ച് കാവൽ നിന്ന ആ ഒരൊറ്റ ആ യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ ദൈവം ഒരുത്തൻ മതിയായിരുന്നു. ഇന്ന് പകൽക്കാലം വിശ്വസിക്ക്, നിന്നെ തകർക്കാൻ 1000 പേർ ആവശ്യമായിരിക്കാം, നിന്നെ മുടിക്കുവാൻ 10,000 പേർ ആവശ്യമായിരിക്കാം. പക്ഷേ ആ അവസ്ഥയിൽ നിന്ന് നിന്നെ എഴുന്നേൽപ്പിക്കുവാൻ ദൈവം ഒരുത്തൻ മാത്രം മതിയായതാകുന്നു. അവർ അവനെ തൂക്കിക്കൊന്നു. 3-ാം നാൾ ദൈവം ഒറ്റയ്ക്ക് അവനെ എഴുന്നേൽപ്പിച്ചു. നിന്റെ തകർച്ചയ്ക്ക് 10,000 പേർ വട്ടമിട്ട് നിൽക്കുമ്പോൾ നിന്റെ ഉയർച്ചയ്ക്ക് ദൈവം ഒരുത്തൻ മതിയായവനാകുന്നു. ഇന്ന് പകൽ 1000 പിശാചുക്കൾ ഒരുമിച്ച് നിന്ന്, 10,000 ഭൂതങ്ങൾ ഒരുമിച്ച് നിന്ന്, ദുരാത്മ കൂട്ടുകെട്ടുകളും മാനുഷിക കൈകെട്ടുകളും നിനക്കെതിരെ ഒരുമിച്ച് വ്യാപരിക്കുമ്പോൾ സ്വർഗം പറയുന്നു, ഞാൻ ഒരുത്തൻ നിന്ന് നിന്നെ എഴുന്നേൽപ്പിക്കും. അവർ അവനെ ക്രൂശിച്ചു കൊന്നു, ദൈവമോ അവനെ 3-ാം നാൾ എഴുന്നേൽപ്പിച്ചു. ഒരു സംഘം നിനക്കെതിരെ ചെയ്തത് ദൈവം ഒറ്റയ്ക്ക് പരിഹരിക്കും. ഈ ഉപവാസ പ്രാർത്ഥനയുടെ സമാപന ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ നിന്നോട് വ്യക്തിപരമായി ദൂത് പറഞ്ഞു തുടങ്ങുന്നു. ഒരു സമൂഹം ഒരുമിച്ച് നിന്ന്, ഒരു കൂട്ടം ഒരുമിച്ച് നിന്ന് നിനക്കെതിരെ പണിതതിനെ മുഴുവനോ, നിനക്കെതിരെ ചെയ്തതിനെ മുഴുവനോ ദൈവം ഒറ്റയ്ക്ക് നിന്ന് തിരിച്ചെഴുതാൻ പോകുന്നു.
എഴുതുന്നു. ഒരു സമൂഹത്തിന്റെ കൈയെഴുത്ത് ദൈവം ഒറ്റയ്ക്ക് തിരുത്തി എഴുതുക. ഒരു സമൂഹത്തിന്റെ യുദ്ധം ദൈവം ഒറ്റയ്ക്ക്. അവർ അവനെ ക്രൂശിച്ചു കൊന്നു. നിന്നെ മരത്തിന്മേൽ തൂക്കിയതിന്, നിന്നെ കെട്ടിത്തൂക്കിയതിന്, നിന്നെ അവസാനിപ്പിക്കുന്നതിന്, നിന്നെ ഇല്ലായ്മ ചെയ്യുന്നതിന് ഒരു സമൂഹം നിനക്കെതിരെ നിന്നേക്കാം. പക്ഷെ അവിടെ നിന്ന് നിന്നെ ചലിപ്പിക്കുവാൻ ദൈവത്തിന് വേറൊരുത്തന്റെ ആവശ്യമില്ല. He himself descended and rescued. സമാരിയം പ്രവാചകം ബർത്തുനാചരം ഇയാലബസ്യാർത്ഥേനിയ പ്രവാരിയ അജേനിയം പ്രവാർത്ഥനെ ഹലോകന സർത്തേനിയ. അവർ അവനെ മരത്തിന്മേൽ തൂക്കിക്കൊന്നു. അവർ അവനെ മരത്തിന്മേൽ തൂക്കിക്കൊന്നു. ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ക്രിസ്തുവോ ഒരു കൂട്ടമായി നിൽക്കുന്ന ശത്രുവോ? അവർ അവനെ മരത്തിന്മേൽ തൂക്കിക്കൊന്നു. അവർ അവനെ മരത്തിന്മേൽ തൂക്കിക്കൊല്ലുന്നുവെന്ന് പറഞ്ഞാൽ മരത്തിന്മേൽ ഒരുത്തൻ തൂങ്ങിയാൽ അവൻ ശപിക്കപ്പെട്ടവനെന്നാണ് അർത്ഥം. നീ ഒരു ശപിക്കപ്പെട്ടവനായി തീരുവാൻ, നീ മുടിഞ്ഞ് നിന്റെ ഇടപാട് തീരുവാൻ ഒരു സമൂഹം നിനക്കെതിരെ വട്ടം ചുറ്റി നിൽക്കുമ്പോൾ നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്ര ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയെന്ന് പേർ വരുത്തുവാൻ ദൈവം ഒരുത്തൻ മതിയായിരുന്നെങ്കിൽ നീ ഒരു ശാപപാത്രമെന്ന്, നീ ഒരു ശാപമെന്ന് ഒരു സമൂഹം ഒരുമിച്ച് നിന്ന് നിനക്കെതിരെ എഴുതി എഴുതുമ്പോൾ നീ ഒരു അനുഗ്രഹമെന്ന് അത് വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് ഒരുത്തന്റെയും ആവശ്യമില്ല. മരത്തിന്മേൽ തൂക്കി നിന്നെ ശാപമാക്കുവാൻ ഒരു സമൂഹം നിൽക്കുമ്പോൾ കല്ലറയിൽ നിന്ന് ഉയർപ്പിച്ച് നിന്നെ ഒരു അനുഗ്രഹമാക്കുവാൻ ദൈവം ഒരുത്തൻ തനിയെ നിൽക്കുകയാണ്. പ്രവാസ്യം പ്രവാചനം പ്രവാനി. 2, യേശുവിനെ മരത്തിന്മേൽ തൂക്കിക്കൊല്ലുമ്പോൾ യേശുവിനെ അവസാനിപ്പിച്ചുവെന്നാണ് അവർ കരുതുന്നത്. എന്നാൽ കല്ലറയിൽ നിന്ന് യേശുവിന്റെ അടുത്ത ലെവൽ, അടുത്ത തലം ദൈവം ആരംഭിക്കുകയായിരുന്നു. നിന്നെ അവസാനിപ്പിക്കുവാൻ, നിന്നെ ഇല്ലാതാക്കുവാൻ 1000 പേരുടെ സംഘം നിൽക്കുമ്പോൾ അവിടെ നിന്ന് പുതിയതൊന്ന് തുടങ്ങുവാൻ ദൈവം ഒരുത്തൻ മതി. നിനക്ക് ചിലതിലൊക്കെ ഫുൾ സ്റ്റോപ്പ് ഇടുവാൻ, നിനക്ക് ചിലതിലൊക്കെ അവസാനം ഇടുവാൻ, നിനക്ക് എവിടെയൊക്കെയോ ഒരു അന്ത്യം കുറിക്കുവാൻ, നിനക്കൊരു ഫുൾ സ്റ്റോപ്പ് ഇടുവാൻ. ഇവിടെ നീ അവസാനിച്ചുവെന്ന്, ഇവിടെ നീ തീർന്നുവെന്ന് നിന്നെ കുറിച്ചൊന്ന് പറഞ്ഞെടുക്കുവാൻ ഒരു സമൂഹം നിനക്കെതിരെ നിൽക്കുമ്പോൾ സ്വർഗം 3-ാം നാൾ പറയുകയാണ്, ഞാൻ അവനിൽ പുതിയതൊന്ന് ആരംഭിക്കുകയാണ്, ഞാൻ അവനിൽ പുതിയതൊന്ന് ആരംഭിക്കുകയാണ്. അതിനെനിക്ക് വേറൊരുത്തന്റെ സഹായം ആവശ്യമില്ല, ഞാൻ ഒറ്റയ്ക്ക് ആരംഭിക്കുക. ഇന്നലകളിൽ സമൂഹം ഒരുമിച്ച് നിന്ന് നിന്നിൽ നിന്ന് ചിലതൊക്കെ അവസാനിപ്പിച്ച ഇടത്ത് മാനുഷിക കൂട്ടുകെട്ടുകളോ പൈശാചിക സംഗതികളോ കൈകോർത്ത് നിന്റെ ജീവിതത്തിൽ ചിലതൊക്കെ അവസാനിപ്പിച്ചത് ദൈവം ഒറ്റയ്ക്ക് നിന്ന് ആരംഭിക്കുകയാണ്. ഈ 71 ദിവസത്തിന്റെ ഉപവാസ പ്രാർത്ഥനകൾ അവസാനിക്കുമ്പോൾ ഇന്നലകളിൽ എവിടെയൊക്കെയോ പിശാച് അടച്ചു കെട്ടിയത് ദൈവം റീഓപ്പൺ ചെയ്യുമെന്ന്, ഇന്നലകളിൽ എവിടെയൊക്കെയോ അന്ധകാര ശക്തികൾ ഒതുക്കി നിർത്തിയത് ഇനിയും നീ ചലിക്കത്തില്ലെന്ന്, ഇനിയും നീ മുമ്പോട്ട് പോകത്തില്ലെന്ന്, ഇവിടെ നീ അവസാനിച്ചുവെന്ന് ശത്രു വാദിച്ചതിന് ഒരു റീഓപ്പണിംഗ് സംഭവിക്കുകയാണ്. Something is going to be reopened. ഇന്ന് പകൽ ഞാൻ പരിശുദ്ധാത്മാവിന്റെ അധികാരത്തിൽ ആ വെളിപ്പാടിനെ ഷെയർ ചെയ്യുന്നു. ചിലത് റീഓപ്പൺ ചെയ്യുവാൻ പോകുന്നു, അടച്ചു കെട്ടിയതിനെ തുറക്കുവാൻ പോകുന്നു. ലാസറിന്റെ കല്ലറ തുറന്നതുപോലെ, അരിമത്തയിലെ യോസഫിന്റെ കല്ലറ തുറന്നതുപോലെ, റോമാക്കാര് മുദ്ര വെച്ച് അടച്ചതുപോലെ ഇനിയും ഒരു നാളും ഇത് തുറക്കത്തില്ലെന്ന് ശത്രു പറഞ്ഞ് അരക്കിട്ടുറപ്പിച്ചത് ഇന്ന് പകൽ എന്റെ സ്വർഗത്തിലെ ദൈവം വിളിച്ചു പറയുന്നു, ഐ ആം ഗോയിങ് ടു റീഓപ്പൺ. ഒരു റീസ്റ്റാർട്ട് ഈ പട്ടണത്തിന്റെ നടുവേ, ഈ ദേശത്തിന്റെ നടുവേ, നിന്റെ തലമുറ ഇരിക്കുന്ന ഇടത്ത് യേശുവിന്റെ നാമത്തിൽ
ഒരു കഥ എഴുതി നിന്റെ ശുശ്രൂഷ അവസാനിപ്പിക്കുമെന്ന്, ഒരു സംഭവം ഉണ്ടാക്കി നിന്റെ ജീവിതം അവസാനിപ്പിക്കുമെന്ന് ശത്രു വാദിക്കുന്ന ഇടത്ത് സ്വർഗം പറയുകയാണ്, ഞാൻ അവിടെ നിന്നൊരു റീസ്റ്റാർട്ട്. ഇന്നലകളിൽ പിശാച് ആമേൻ ഫുൾ സ്റ്റോപ്പ് ഇട്ട ചില വിഷയങ്ങൾക്കകത്ത് ദൈവത്തിന്റെ സിഗ്നേച്ചറോടുകൂടെ ചില റീസ്റ്റാർട്ടുകൾ സംഭവിക്കുന്നു. ഇന്നു പകൽ അത് നിന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ hitting power, Holy Ghost. ലാസ്മറിയ പ്രവാചനം പ്രവാർത്ഥനാദി പരിശുദ്ധാത്മാവ് നിന്നെ ഹിറ്റ് ചെയ്യുന്നെങ്കിൽ മാത്രം റെസ്പോണ്ട് ചെയ്താൽ മതി. എന്റെ ശബ്ദം കൂടിയത് കൊണ്ടോ ഞാൻ അലറി വിളിച്ചത് കൊണ്ടോ നിങ്ങൾ പ്രതികരിക്കണ്ട. പക്ഷേ ഈ ദൂത് നിന്നെ വന്ന് ഹിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ആത്മസാന്നിധ്യം നിന്നെ കവർ ചെയ്യുന്നുണ്ടെങ്കിൽ, അങ്ങനെയെങ്കിൽ മാത്രം അത് ചെയ്താൽ മതി. ഇന്ന് പകൽ ഇതൊരു മാസീവ് ദൂതല്ല. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് എന്നിൽ നിന്ന് റിലീസ് ചെയ്യുന്നതൊക്കെയോ ചില വ്യക്തികളിലേക്ക് മാത്രം കടന്നു ചെല്ലുന്നതായി ആത്മാവ് എനിക്ക് ബോധ്യം നൽകുന്നു. അൺലോക്ക് ചെയ്യട്ടെ. ഭൂതങ്ങൾ അടച്ച വഴികൾ തുറന്നു. പിശാചുക്കൾ വിലങ്ങിട്ടത് തുറന്നു. I command in power of Holy Ghost up. Larmenia Kadalbanasia Pravagia Rigara Barosia Pravagia. അതിന്റെ 41 വാക്യത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 41 വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ദൈവം 3-ാം നാൾ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അടുത്തത് സകല ജനത്തിനുമല്ല. ഞാനത് ഇന്ന് ഈ ഉപവാസ പ്രാർത്ഥനയിലും പറയുകയാണ്. ഇന്ന് ഇതിനകത്ത് വന്നിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയല്ല, സകല ജനത്തിനുമല്ല. ദൈവം മുൻപ് കൂട്ടി നിയമിച്ച സാക്ഷികളായി അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം അവനോട് കൂടെ തിന്നു കുടിച്ചവരായ ഞങ്ങൾക്ക് പ്രത്യക്ഷനാക്കി തീർത്തു. നിൽക്കട്ടെ, ഞാൻ അതിന്റെ വെളിപ്പാട് ഷെയർ ചെയ്യാം. അവിടെ ഇങ്ങനെ 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ഞങ്ങളുടെ മേലൊരു മുൻനിയമനം കിടപ്പുണ്ട്. ഞങ്ങളെ ദൈവം മുമ്പ് കൂട്ടി നിയമിച്ചതാ. ലോക സ്ഥാപനത്തിന് മുമ്പേ ഞങ്ങളുടെ മേലൊരു കോളിങ് കിടപ്പുണ്ട്. പക്ഷെ ഞങ്ങളുടെ മേലൊരു വാഗ്ദത്വം കിടപ്പുണ്ട്. പക്ഷെ അതുകൊണ്ട് ഇതുവരെ ജീവിതത്തിലൊന്നും വെളിപ്പെട്ടിട്ടില്ല. പക്ഷെ ഇവിടെ പത്രോസ് പറയുകയാണ്, ഞങ്ങളുടെ മേൽ കിടന്ന നിയമനം, ഞങ്ങളുടെ മേൽ കിടന്ന ദൈവത്തിന്റെ വാഗ്ദത്തം, ആമേൻ, അതിന്റെ ഒരു റിസൾട്ടിലേക്ക് ഞങ്ങൾ വരുവാൻ പോവുകയാണ്. സകല ജനത്തിനുമല്ല, ദൈവം മുമ്പ് കൂട്ടി നിയമിച്ച സാക്ഷികളായ ഞങ്ങൾ. രണ്ടാമതായി പറയുകയാണ്, അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം അവനോട് കൂടെ
തിന്നുകുടിച്ചവരായ ഞങ്ങൾക്ക് ആമേൻ ഉയർത്തെഴുന്നേൽക്കപ്പെട്ട ക്രിസ്തുവുമായി ഉള്ള ഫെലോഷിപ്പ് ഇന്ന് പകൽ ഞാൻ ഒന്ന് പറയട്ടെ. ഉയർത്തെഴുന്നേൽക്കപ്പെട്ട ക്രിസ്തുവുമായി നീ തിന്നുകുടിച്ചു. ആമേൻ. നീ ഒത്തിരി ആരാധനയ്ക്ക് വന്നോ, വചനത്തെ തിന്നു, അഭിഷേകത്തെ കുടിച്ചു, കർത്താവുമായി കൂട്ടായ്മ ആചരിച്ചു. ആമേൻ. ഒത്തിരി ദിവസങ്ങൾ നീ ഉപവാസം ഇരുന്ന് നിന്റെ കൂട്ടുകാരുടെ കൂടെ തിന്നുകുടിക്കാതെ, നിന്റെ വീട്ടുകാരുടെ കൂടെ തിന്നുകുടിക്കാതെ നീ അപ്പന്റെ സന്നിധാനത്തെങ്കിൽ ഇരുന്ന് ദൈവത്തോടുകൂടെ തിന്നുകുടിച്ചോ, വചനത്തെയും അഭിഷേകത്തെയും മാത്രം തിന്നുകുടിച്ചോ. എല്ലാവരും മധുരപാനീയങ്ങൾ കുടിക്കുമ്പോൾ നീ ഉപ്പ് കലർന്ന നിന്റെ കണ്ണുനീരിനെ നിന്റെ നാവിൽ കൂടെ അലിയിച്ചിറക്കി ദൈവത്തോട് കൂടെ നീ ദിനരാത്രങ്ങൾ തിന്നുകുടിച്ചോ. പക്ഷെ പിശാച് ചോദിക്കുക, അവനോടുകൂടെ തിന്നുകുടിച്ചിട്ട് നിനക്ക് എന്തോ കിട്ടി? നിന്റെ മേളിൽ മുൻനിയമനം കിടന്നിട്ട്, നിന്റെ മേളിൽ പ്രോമിസ് കിടന്നിട്ട് നിനക്ക് എന്തോ കിട്ടി? അവിടെ പത്രോസ് പറയുകയാണ്, ഞങ്ങളുടെ മേലുള്ള മുൻനിയമനോ, ഞങ്ങൾ അവനോടുകൂടെയുള്ള ഫെലോഷിപ്പ്, അത് മുഖാന്തര ഞങ്ങൾക്ക് ചിലതിനെ അവൻ പ്രത്യക്ഷമാക്കി തന്നു. ഓ ഇന്ന് പകൽ a mighty manifestation for the chosen people. അവനോടുകൂടെ തിന്നുകുടിച്ചവരായ ഞങ്ങൾക്ക് ചിലത് പ്രത്യക്ഷമായി. ഇന്നലകളിൽ കർത്താവിനോടുകൂടെ സമയം ചെലവിട്ടവർക്ക്, ഇന്നലകളിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്ന് കരഞ്ഞവർക്ക് ചിലത് പ്രത്യക്ഷമാകുന്ന ദിവസങ്ങളായതാണ്. ചിലത് പ്രത്യക്ഷമാകുന്ന ദിവസമാണെന്ന് ഞാൻ പറയത്തില്ല. ഇന്ന് ഈ ശുശ്രൂഷയിലെന്ന് ഞാൻ പറയത്തില്ല. കാരണം ഈ ശുശ്രൂഷ കഴിഞ്ഞ് അത് അവസാനിക്കേണ്ടതല്ല. ഇറ്റ്സ് ഓൺലി എ ബിഗിനിങ്. ഇത് ആരംഭം മാത്രമാ. ഇന്നിവിടെ അത്ഭുതം നടക്കുമെന്ന് ഞാൻ പറയത്തില്ല. ആമേൻ. ഇന്ന് മാത്രമല്ലല്ലോ അത് നടക്കുന്നത്. അത് ഇന്നലകളിൽ നടന്നതിനെക്കാട്ടിലുപരി നാളുകളിൽ നടക്കാൻ പോവല്ലേ. ഇന്നൊരു വിടുതൽ സംഭവിക്കുമെന്ന് ഞാൻ പറയുന്നത് ശരിയല്ല. അപ്പൊ നാളെ നടക്കാൻ പോകുന്നതൊക്കെ അതിനേക്കാൾ വലിയ വിടുതലുകളല്ലേ. കാരണം ദൈവം ചിലതിനെ ആരംഭിക്കുവാൻ പോവുകയാണ്. എന്നിട്ട് അതിന്റെ 42-ാം വാക്യത്തിൽ പറയുകയാണ്, ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെ എന്ന് ജനത്തോട് പ്രസംഗിച്ച് സാക്ഷീകരിപ്പാൻ അവൻ ഞങ്ങളോട് കൽപ്പിച്ചു. ഞാൻ ആ വാക്യത്തെ രണ്ടായി തിരിച്ച് ഇന്ന് പകൽ എടുക്കുകയാണ്. അതിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്കാണ് ഞാൻ വരുന്നത്. ദൈവം ഞങ്ങളോടൊരു കാര്യം കൽപ്പിച്ചു. എന്താണ് കൽപ്പിച്ചത്? പ്രീച്ച് ഹിം, ടെസ്റ്റിഫൈ ഹിം. അവനെക്കുറിച്ച് പ്രസംഗിക്കുക. 2, അവനെക്കുറിച്ച് സാക്ഷിക്കുക. ഇന്ന് പകൽ പറഞ്ഞ് ഞാൻ അവൻ്റെ സാക്ഷിയായിരിക്കും. ഞാൻ അവൻ്റെ സാക്ഷിയായിരിക്കും. ഞാൻ പ്രസംഗിക്കുക എന്ന വിഷയത്തിലേക്ക് കയറുന്നില്ല. ഞാൻ സാക്ഷിക്കുക എന്ന വിഷയത്തിലേക്കാണ് കയറുന്നത്. അവിടെ പത്രോസ് പറയുകയാണ്, അവനെ സാക്ഷിപ്പാൻ അവൻ ഞങ്ങളോട് കൽപ്പിച്ചു. ബി ദ വിറ്റ്നസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ സാക്ഷിയായിരിക്കുക. അടുത്തിരിക്കുന്നവർക്ക് കൈ കൊടുത്തിട്ട് പറഞ്ഞ് ദൈവത്തിൻ്റെ സാക്ഷിയായിരിക്കുക. മുഖത്തോട് മുഖം നോക്കി ഉറച്ച ശബ്ദത്തിൽ കട്ടുകട്ടിയായി പറഞ്ഞ് ദൈവത്തിൻ്റെ സാക്ഷിയായിരിക്കുക. ബി ദ വിറ്റ്നസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ സാക്ഷിയായിരിക്കുക. ഇന്ന് പകൽ ഇതിനകത്തു നിന്നൊരു കൂട്ടം എഴുന്നേൽക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വത്തിന്റെ സാക്ഷ്യം, ദൈവത്തിന്റെ സമൃദ്ധിയുടെ സാക്ഷ്യം, ദൈവത്തിന്റെ വിടുതലിന്റെ സാക്ഷ്യം, ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ സാക്ഷ്യം. ആ സാക്ഷ്യം, ഐ ഷാൽ ബി എ വിറ്റ്നസ് ഓഫ് ഗോഡ്. ദൈവത്തിന് സൗഖ്യമാക്കുവാൻ കഴിയുമെന്നുള്ള ഒരു വിറ്റ്നസ് ആയിരിക്കും എന്റെ ബോഡി. ദൈവത്തിനൊരു മണ്ടനെ എത്രമാത്രം ഉപയോഗിച്ച് ഉയർത്തുവാൻ കഴിയുമെന്നുള്ള ഒരു സാക്ഷ്യമായിരിക്കും എന്റെ ജീവിതം. ഐ ഷാൽ ബി ദ വിറ്റ്നസ് ഓഫ് ഹിസ് ഗ്ലോറി. ആമേൻ. നമ്മുടെ ജീവിതം കഷ്ടതയുടെ സാക്ഷ്യമല്ല,
നമ്മുടെ ജീവിതം ക്യാൻസർ വന്നാൽ ഒരു മനുഷ്യൻ എന്ത് സംഭവിക്കുമെന്നല്ല നമ്മളെ കണ്ടാൽ മനുഷ്യൻ അറിയേണ്ടിയത്. ആമേൻ. ആഭിചാരം ചെയ്താൽ ഒരു മനുഷ്യൻ എത്രമാത്രം മുടിയുമെന്നുള്ള സാക്ഷ്യമല്ല നമ്മളിൽ വെളിപ്പെടേണ്ടത്. കഷ്ടകാലം വന്നാൽ ഒരുത്തൻ എത്രയും തകരുമെന്നുള്ളതല്ല നമ്മുടെ മേൽ വെളിപ്പെടേണ്ടിയ സാക്ഷ്യ. ഞാനും നിങ്ങളും സാക്ഷികളാണ്. അത് ദൈവത്തിന്റെ ശക്തിയുടെ സാക്ഷിയാണ്. അത് ദൈവത്തിന്റെ കൃപയുടെ സാക്ഷിയാണ്. അത് ദൈവത്തിന്റെ വിശുദ്ധിയുടെ സാക്ഷിയാണ്. അത് ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ സാക്ഷിയാണ്. ദൈവത്തിന് എന്തോ ചെയ്യാൻ കഴിയുമെന്ന് അവൻ എന്നിൽ കൂടെ വെളിപ്പെടുത്തും. ദൈവത്തിന് എന്തോ ചെയ്യാൻ കഴിയുമെന്ന് അവൻ എന്നിൽ കൂടെ വെളിപ്പെടുത്തും. എങ്ങനെ നമുക്ക് സാക്ഷിയായി തീരുവാൻ കഴിയും? അതിൻ്റെ മുകൾ വാക്യത്തിൽ 41 വാക്യത്തിൽ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ദൈവം മുൻപ് കൂട്ടി നിയമിച്ച സാക്ഷികൾ. ആമേൻ. ദൈവത്തിൻ്റെ നിയമനം, ദൈവത്തിൻ്റെ ഫോർ പർപ്പസ്, ദൈവത്തിൻ്റെ ഫോർ പ്ലാൻ, ദൈവത്തിൻ്റെ മുൻനിയമനമാണ് നമ്മളെ എന്താക്കി തീർക്കുന്നത്? സാക്ഷികളാക്കി തീർക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ സാക്ഷികളാകുവാൻ എന്നെ ദൈവം ഇതിനകത്തു കൊണ്ടിരുത്തി എന്ന് തിരിച്ചറിവുള്ള ദൈവമക്കൾ ആമേൻ സന്തോഷത്തോടെ പറഞ്ഞാട്ടെ, എൻ്റെ മേൽ ദൈവത്തിൻ്റെ മുൻനിയമനം കിടപ്പുണ്ട്. ഒന്ന്, ദൈവത്തിൻ്റെ മുൻനിയമനം സംഭവിക്കണം. രണ്ട്, ഞാൻ ചില മിനിറ്റുകൾ വചനത്തിലേക്ക് നിങ്ങളെ അങ്ങനെ കൊണ്ടുപോവുകയാണ്. ഒന്ന്, ദൈവത്തിൻ്റെ മുൻനിയമനം ഉണ്ടെങ്കിലേ ഒരുത്തന് സാക്ഷിയാകുവാൻ കഴിയത്തുള്ളൂ. ദൈവത്തിൻ്റെ പർപ്പസിനകത്ത് ഉൾപ്പെട്ടിട്ടില്ലാത്ത ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ദൈവത്തിൻ്റെ പർപ്പസിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത ഒരു മനുഷ്യനിൽ ഒന്നും സംഭവിക്കത്തില്ല. അങ്ങനെയെങ്കിൽ എന്തെങ്കിലുമൊക്കെ ദൈവപ്രവൃത്തി സംഭവിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പർപ്പസിനകത്ത്, ദൈവത്തിൻ്റെ പുസ്തകത്തിനകത്ത് ഞാൻ എഴുതപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അഭിഷക്തൻ ഇങ്ങനെ പറയുന്നത്: പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ മനതാരിൽ, ദൈവത്തിൻ്റെ പ്ലാൻ ബുക്കിൽ ദൈവം എന്നെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അടുത്തത്, സാക്ഷിയാകുവാൻ ഒന്ന്, ദൈവത്തിൻ്റെ നിയമനം വേണം. രണ്ട്, സാക്ഷിയാകുവാൻ, സ്തോത്രം, സാക്ഷിയാകുവാൻ രണ്ടാമതായി ഇതേ വാക്യത്തിൽ 10:42 സ്തോത്രം, കൽപ്പിച്ചു. സാക്ഷീകരിപ്പാൻ അവൻ കൽപ്പിച്ചു. എൻ്റെ സഹോദരങ്ങളെ, യേശു സൗഖ്യമാക്കിയവരും വിടുവിച്ചവരുമുണ്ട്. അവരിൽ ചിലരോട് കർത്താവ് പറഞ്ഞു, നീ പോയി കർത്താവ് നിനക്ക് ചെയ്തതൊക്കെയും എന്ത് ചെയ്യുക? നീ പ്രസ്താവിക്കുക. നീ അതിനെ കഴിവുള്ളിടത്തോളം മറ്റുള്ളവരുടെ അടുക്കൽ പോയി പറയുക. എന്നാൽ ചിലരുടെ അടുക്കൽ പറഞ്ഞു, നോക്കൂ, ഇത് പുരോഹിതന്മാരുടെ അടുക്കൽ മാത്രം പോയി പറയണം. വേറെ ചിലരുടെ അടുക്കൽ പറഞ്ഞു, നീ ആരോടും പറയരുത്. അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനയ്ക്കനുസരിച്ചു വേണം സാക്ഷ്യങ്ങൾ ചെയ്യേണ്ടത്. ചിലരുടെ അടുക്കൽ പറഞ്ഞു, നീ പോയി ദേശം മുഴുവനും പറ കർത്താവ് നിനക്ക് ചെയ്തത്. മറ്റൊരാളുടെ അടുക്കൽ പറഞ്ഞു, പുരോഹിതന്മാരുടെ അടുക്കൽ ചെന്ന് സാക്ഷ്യത്തിനായി ഞാൻ നിനക്ക് ചെയ്തത് നീ പുരോഹിതന്മാരോട് പറഞ്ഞ് നീ യാഗമർപ്പിച്ചിട്ട് വരിക. അപ്പം സാക്ഷ്യം വാക്കുകളിൽ കൂടെയുണ്ട്, സാക്ഷ്യം ആരാധനയിൽ കൂടെയുണ്ട്. മറ്റൊന്ന്, സാക്ഷ്യം ജീവിതത്തിൽ കൂടെ തന്നെ വെളിപ്പെടാം. അപ്പോൾ അത് കർത്താവിൻ്റെ കൽപ്പന കിട്ടിയാലേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? സാക്ഷീകരിക്കുവാൻ പാടുള്ളൂ. പത്രോസ് പറയുകയാണ്, സാക്ഷീകരിപ്പാൻ അവൻ ഞങ്ങളോട് കൽപ്പിച്ചു. അപ്പോൾ ഒന്ന്, നിയോഗമുണ്ടെങ്കിലേ സാക്ഷിയാകാൻ കഴിയത്തുള്ളൂ. രണ്ട്, കൽപ്പനയുണ്ടെങ്കിലേ സാക്ഷിയാകാൻ കഴിയത്തുള്ളൂ. മൂന്നാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. ആ ശക്തി നിങ്ങളെ എന്താക്കി തീർക്കും? സാക്ഷികളാക്കി മാറ്റി തീർക്കും. ആമേൻ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ സാക്ഷികളാകുമെന്നല്ല പറഞ്ഞത്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങളുടെ അകത്തേക്ക് ഇറങ്ങുന്നതായ ഒരു ശക്തിയുണ്ട്.
ആ ശക്തി നിങ്ങൾക്ക് ലഭിച്ചു കഴിയുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യോ? നിങ്ങൾ സാക്ഷികൾ ആകോ. നിയോഗവും കൽപ്പനയും പൂർത്തീകരിക്കപ്പെടുന്നത്, ഞാൻ ഒരിക്കൽ കൂടെ പറയാം, നിയോഗവും കൽപ്പനയും അത് പ്രാക്ടീസ് ചെയ്യപ്പെടുന്നത്, അത് യാഥാർത്ഥ്യമാകുന്നത് എപ്പോഴാകുന്നോ? പരിശുദ്ധാത്മാവ് വരുമ്പോൾ. ഞാൻ ആവർത്തിക്കട്ടെ, നിന്റെ മുകളിൽ കിടക്കുന്ന വാഗ്ദത്തം, നിന്റെ മുകളിൽ കിടക്കുന്ന നിയോഗം, നിന്റെ മേലുള്ള ദൈവത്തിന്റെ കൽപ്പന, അത് സാക്ഷാത്കരിക്കപ്പെടുന്നത് പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ്. അതാണ് അപ്പോസ്തല പ്രവൃത്തി 10:41 പറഞ്ഞു, സാക്ഷികളാകുവാൻ അവൻ മുൻ നിയമിച്ചു. 10:42 പറഞ്ഞു, ആ നിയോഗത്തിനനുസരിച്ച് സാക്ഷിക്കുവാൻ അവൻ ഞങ്ങളോട് കൽപ്പിച്ചു. പക്ഷെ നിയോഗവും കൽപ്പനയോ അത് വർക്ക് ചെയ്യണമെങ്കിൽ, അത് പ്രാക്ടീസ് ചെയ്യപ്പെടണമെങ്കിൽ, അപ്പൊ യേശു പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരോ, അപ്പോൾ നിനക്ക് ശക്തി ലഭിക്കോ. ആ ശക്തി നിന്നെ ആരാക്കി തീർക്കും? സാക്ഷിയാക്കി തീർക്കാം. ഇന്ന് പകൽ അങ്ങനെയെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു റിയാലിറ്റിയിലേക്ക് കടക്കാം. ഒരു യാഥാർത്ഥ്യം പറയാം, സങ്കടപ്പെടരുത്. അഭിഷേകം പ്രാപിക്കാത്തിടത്തോളം, പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കാത്തിടത്തോളം വാഗ്ദത്തം പെട്ടിക്കകത്തിരിക്കത്തേ ഉള്ളൂ, നിയോഗങ്ങൾ പുസ്തകത്തിൽ ഇരിക്കത്തേ ഉള്ളൂ. അഭിഷേകം ശരീരത്തിൽ കയറാതെ, പരിശുദ്ധാത്മാവ് ശരീരത്തിൽ കയറാതെ ചലിക്കത്തില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് ഒരുവന്റെ മേൽ വന്നു കഴിയുമ്പോൾ അകത്തെന്തൊക്കെ വാഗ്ദത്തങ്ങൾ ഉണ്ടെന്ന് ഇവൻ അറിഞ്ഞില്ലെങ്കിൽ തന്നെയും, എന്തൊക്കെ നിയമനങ്ങൾ, എന്തൊക്കെ അപ്പോയിന്റ്മെന്റുകൾ ഇവന്റെ മേൽ കിടപ്പുണ്ടെന്ന് ഇവൻ അറിഞ്ഞില്ലെങ്കിലോ, പരിശുദ്ധാത്മാവ് ചാർജ് ആകുമ്പോൾ, അഭിഷേകം ചാർജ് ആകുമ്പോൾ അവന്റെ മേൽ കിടക്കുന്ന നിയോഗങ്ങൾ പുറത്തു വരും. Receive the power. പരിശുദ്ധാത്മാവ് വ്യാപരിക്കട്ടെ. അന്യഭാഷകളിൽ സംസാരിക്കട്ടെ. ഇന്ന് പകൽ ഈ യോഗത്തിൽ പുതുതായി ചിലർ അഭിഷേകം പ്രാപിക്കട്ടെ. ഐ കമാൻഡ് ഇൻ കിങ്ഡം അതോറിറ്റി. ഇന്ന് പകൽ ഈ ആരാധനയിൽ ചിലർ അഭിഷേകം പ്രാപിക്കട്ടെ. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 19-ാം അധ്യായം ആരംഭിക്കുമ്പോൾ എങ്ങനെ അഭിഷേകത്തെ പ്രാപിക്കാൻ കഴിയും? അപ്പല്ലോസ് കൊരിന്തിലിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടെ സഞ്ചരിച്ച് എഫെസോസിലെത്തി അവിടെ ചില ശിഷ്യന്മാരെ കണ്ടു. ആമേൻ. പൗലോസ് അവരോട്, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് ചോദിച്ചു. അപ്പോൾ പൗലോസ് ഒന്നാമതായി അവിടെ പറയുകയാണ്, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെങ്കിൽ അടിസ്ഥാനപരമായിട്ട് എന്തു വേണോ? വിശ്വാസം വേണോ? വിശ്വാസമുണ്ടെങ്കിലേ സൗഖ്യമുണ്ടാകത്തുള്ളൂ, വിശ്വാസമുണ്ടെങ്കിലേ നന്മയുണ്ടാകത്തുള്ളൂ. എന്നാൽ ഇതിനെക്കാട്ടുള്ള എല്ലാറ്റിലും ഉപരിയായി ഞാൻ പറയോ, വിശ്വാസമുണ്ടെങ്കിലേ എന്തു സംഭവിക്കത്തുള്ളൂ? പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ പ്രാപിക്കുവാൻ കഴിയും. Receive the power of Holy Ghost. Receive the Holy Spirit. പരിശുദ്ധാത്മാവിനെ നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? ഞാനതിൽ നിന്ന് രണ്ട് കാര്യം പറയാം. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെങ്കിൽ വിശ്വാസം വേണോ? എന്നാൽ അതിനേക്കാൾ വലിയ കാര്യം ഞാൻ പറയാം. വിശ്വസിച്ചിട്ട് കാറ് കിട്ടിയോ, വിശ്വസിച്ചിട്ട് വീട് കിട്ടിയോ, വിശ്വസിച്ചിട്ട് സൗഖ്യം കിട്ടിയോ, വിശ്വസിച്ചിട്ട് പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയോ, ഇതൊന്നുമല്ല പൗലോസ് ചോദിച്ചത്. നീ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ കിട്ടിയോ? നീ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? അതാണ് വിശ്വാസത്തിന്റെ റിസൾട്ട്. വിശ്വാസത്തിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് അഭിഷേകം വ്യാപരിക്കുന്നതാണ്. എന്റെ സഹോദരങ്ങളെ, വിശ്വസിച്ച് നിങ്ങൾക്കൊരു ഗവൺമെന്റ് ജോലി മേടിക്കാം, പക്ഷെ 60 വയസ്സാകുമ്പോൾ അത് പോകും. വിശ്വസിച്ച് നിങ്ങൾക്കൊരു സൗഖ്യം മേടിക്കാം, പക്ഷേ നിങ്ങളുടെ മരണത്തിൽ എന്തായിരുന്നാലോ ആ സൗഖ്യത്തിന്റെ സാക്ഷ്യം അവസാനിക്കാം. വിശ്വസിച്ച് നിങ്ങൾക്കൊരു വീട് മേടിക്കാം, പക്ഷെ നിങ്ങളുടെ അടുത്ത തലമുറയ്ക്ക് ആ വീട് വേണ്ട.
പക്ഷെ ഞാൻ പറയട്ടെ, വിശ്വസിച്ചിട്ട് നിന്റെ മേൽ ഒരു അഭിഷേകം ഇറങ്ങിയാൽ അത് കർത്താവിന്റെ കാഹളം ധ്വനിച്ച് നീ നിത്യതയിൽ എത്തുന്നിടം വരെയോ സ്വർഗത്തിലെത്തുന്നിടം വരെയോ receive. പുതുതായി പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കട്ടെ. ഇവരുടെ മറുപടി വളരെ രസകരമായിരുന്നു. പൗലോസ് ചോദിച്ച്, വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? അവർ തിരിച്ച് മറുപടി പറഞ്ഞു, വിശ്വസിക്കാൻ അങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല, അങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല. അപ്പൊ പൗലോസ് അവരുടെ അടുക്ക തിരിച്ചു ചോദിച്ചു, എടാ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പറയാതെ നീ പിന്നെ സ്നാനപ്പെട്ടെന്ന് പറയുന്നത് എന്തോ ഒരു സ്നാനമാണെന്ന് ചോദിച്ചോ? ആമേ. അന്യഭാഷയും മറുഭാഷയും തുള്ളലും ബഹളവും ഇല്ലാതെ നിന്നെ ആരാണാ പിടിച്ച് വെള്ളത്തിൽ മുക്കിയതെന്ന് ചോദിച്ചോ? സ്തോത്ര. അപ്പോഴത്തേക്ക് ഇവര് പറയുകയാണ്, ഞങ്ങള് സ്നാനപ്പെട്ടത് യോഹന്നാന്റെ. ആമേൻ. ഏതായിരുന്നു നിങ്ങളുടെ സ്നാനം? അങ്ങനെയല്ലേ 3-ാം വാക്യത്തിൽ ചോദിക്കുക, എടാ, അന്യഭാഷയും തുള്ളലും ഇല്ലാത്ത ആരാടാ നിന്നെ സ്നാനപ്പെടുത്തിയത്? അപ്പൊ പറയുകയാണ്, യോഹന്നാന്റെ സ്നാന, മരുഭൂമിയിലെ യോഹന്നാന്റെ സ്നാനമായിരുന്നു. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ പൗലോസ് അടുത്തതായിട്ട് പറഞ്ഞു, നല്ലതാണ്, യോഹന്നാൻ മാനസാന്തര സ്നാനം എത്രേ കഴിപ്പിച്ചു. മാനസാന്തര സ്നാനം കഴിപ്പിച്ചിട്ട് പറയുകയാണ്, തന്റെ പിന്നാലെ വരുന്നവനായ യേശുവിൽ വിശ്വസിക്കണം എന്ന് ജനത്തോട് പറഞ്ഞു. അപ്പൊ യേശുവിൽ വിശ്വസിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യാം? സ്നാനപ്പെടാം. യേശുവിൽ വിശ്വസിക്കുന്നതിന് മുമ്പ് സ്നാനപ്പെടാം. നമ്മുടെ യാക്കോബയിലും ഓർത്തഡോക്സിലും മർത്തോമയിലും കത്തോലിക്കയിലും എല്ലാം പിള്ളേരെ സ്നാനപ്പെടുത്തുന്നില്ലേ? അവർ യേശുവിനെ വിശ്വസിച്ചിട്ടാണോ സ്നാനപ്പെടുന്നേ? അല്ല. അപ്പൊ യേശുവിൽ വിശ്വസിക്കുന്നതിന് മുമ്പും ആൾക്കാർക്ക് എന്ത് ചെയ്യാം? സ്നാനപ്പെടാം. യേശുവിൽ വിശ്വസിക്കുന്നതിന് മുമ്പേ സ്നാനപ്പെട്ടു. യോഹന്നാൻ സ്നാനപ്പെടുത്തുമ്പോൾ പറയുകയാണ്, ഈ സ്നാനം കഴിഞ്ഞിട്ട് നിങ്ങൾ മാനസാന്തരപ്പെടണം, ഈ സ്നാനം കഴിഞ്ഞിട്ട് നിങ്ങൾ യേശുവിൽ വിശ്വസിക്കണം. പക്ഷെ യേശു പറഞ്ഞത് എന്താണെന്നറിയാമോ? വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യണം. യോഹന്നാൻ പറഞ്ഞത് എന്താണെന്നറിയാമോ? സ്നാനമേൽക്കുകയും വിശ്വസിക്കുകയും ചെയ്യണം. കാരണം ഈ ജൂയിഷ് യഹൂദ്യ പാരമ്പര്യത്തിനകത്ത് ആമേൻ, വെള്ളം എന്ന് പറയുന്നത് ഒരു ശുദ്ധീകരണ പ്രക്രിയയായിരുന്നു. അവരുടെ വീടുകളിൽ ഒരു വിരുന്നുണ്ടെങ്കിൽ അതിൻ്റെ വാതിൽക്കൽ പാത്രങ്ങളിൽ വെള്ളം വെക്കുക. ദൈവാലയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പേ ശുദ്ധീകരണം ഉണ്ടാകണം. എല്ലാറ്റിലും അവർ വെള്ളത്താൽ കഴുകപ്പെടുമായിരുന്നു. അപ്പോൾ വെള്ളത്താൽ കഴുകപ്പെടുന്നതിൻ്റെ ഒരു ആലങ്കാരിക പ്രവൃത്തിയായിരുന്നു യോഹന്നാൻ ചെയ്തത്. ഫോർ ദ സേക്ക് ഓഫ് ട്രഡീഷൻ, ആമേൻ, പാരമ്പര്യത്തിൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി. അതുകൊണ്ട് പാരമ്പര്യത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി നിങ്ങൾ ഒരു പക്ഷേ സ്നാനമേറ്റിരിക്കാം, മാമോദിസ മുങ്ങിയിരിക്കാം. ഗുഡ്, ഇറ്റ്സ് ഫോർ ദ സേക്ക് ഓഫ് യുവർ ട്രഡീഷൻ. നിങ്ങളുടെ പാരമ്പര്യത്തിന് വേണ്ടിയാണ് നിങ്ങൾ എന്ത് ചെയ്തത്? വിശ്വസിക്കാതെ മാമോദിസ മുങ്ങിയത് നിങ്ങളുടെ പാരമ്പര്യത്തിന് വേണ്ടിയാണ്. അതല്ലാതെ നിങ്ങൾക്കും ഗുണമില്ല, അതുകൊണ്ട് നിങ്ങളുടെ മക്കൾക്കും ഗുണമില്ല, ദൈവത്തിന് 5 പൈസയുടെയും പ്രയോജനമില്ല. ആകെ കുടുംബക്കാർക്ക് ചിക്കൻ സ്റ്റൂവും അപ്പവും കിട്ടി, നിങ്ങൾക്ക് ഒരു സന്തോഷം, അത്രമേ ഉള്ളൂ. ഫോർ ദ സേക്ക് ഓഫ് ദ ട്രഡീഷൻ. അല്ലാതെ ക്രിസ്ത്യാനിറ്റിക്കകത്ത്, യേശുവിന്റെ മാർഗത്തിനകത്ത്, അതിനകത്ത് 5 പൈസയുടെ പ്രയോജനമില്ല. പക്ഷേ സ്നാനം ഒന്നല്ലേ ഉള്ളൂ, പിന്നെന്ത് ചെയ്യും? അതിന് പൗലോസ്, യോഹന്നാൻ മാനസാന്തര സ്നാനം എത്രേ കഴിപ്പിച്ചത്? 5-ാം വാക്യത്തിൽ, ഇത് കേട്ടാറേ അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു. അപ്പം മുമ്പേ പെട്ടവനെ പൗലോസ് ഒന്നും കൂടെ സ്നാനപ്പെടുത്തി. ആമേൻ. അതാണ് ഈ പെന്തക്കോസുകാരും ഈ പരിപാടി മൊത്തവും കാണിച്ചുകൊണ്ട് നടക്കുന്നത്. ആമേൻ. എല്ലാത്തിനെയും പിടിച്ച് രണ്ടാമത് മുക്കുക. തളിക്കപ്പെട്ടവനെ മുക്കുകയാണ്, 5 വയസ്സിൽ മുങ്ങിയവനെയും 5 മാസത്തിൽ മുങ്ങിയവനെയും, ഇവനെ എല്ലാത്തിനെയും പിടിച്ച് ഇപ്പം പാസ്റ്റർമാർ മുക്കുകയാണ്. കാരണം എന്താണെന്നറിയാമോ? പാസ്റ്റർമാർ ബൈബിൾ വായിച്ചപ്പോൾ അങ്ങനെ കണ്ടതെന്നേ.
അവരെ പറഞ്ഞിട്ട് കാര്യമില്ലെന്നേ. അവർ ബൈബിൾ വായിച്ചു പോയി, അതേ ഉള്ള അവരുടെ പ്രശ്നം. ബൈബിൾ വായിച്ചപ്പോൾ പൗലോസ് അവരെ രണ്ടാമതും സ്നാനപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അടുത്തത് ആമേൻ യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു. 6-ാം വാക്യം, പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. ആമേൻ. അപ്പോ പരിശുദ്ധാത്മാവ് വരണമെങ്കിൽ എന്ത് ചെയ്യണം? സ്നാനമേൽക്കണം. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യണം. അപ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? പരിശുദ്ധാത്മാവ് വരുന്നത്. സ്നാനമേറ്റവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. പരിശുദ്ധാത്മാവ് വന്നെന്ന് എങ്ങനെയാ മനസ്സിലായത്? അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. ആമേൻ. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവുള്ള സഭയുടെ ലക്ഷണം എന്തായിരിക്കോ? അവിടെ അന്യഭാഷ ഉണ്ടായിരിക്കോ, അവിടെ പ്രവചനം ഉണ്ടായിരിക്കോ. അങ്ങനെയെങ്കിൽ ഞാൻ പറയട്ടെ, അന്യഭാഷ ഇല്ലാത്ത ഒരുത്തനും ദൈവത്തിന്റെ സഭയല്ല, പ്രവചനമില്ലാത്ത ഒരുത്തനും ദൈവത്തിന്റെ സഭയല്ല. ആമേൻ. അവൻ സഭയിൽ അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, ഉപദേഷ്ടാക്കന്മാർ, ഇടയന്മാർ, സുവിശേഷകന്മാർ എന്നുള്ളവരെ ദൈവം നിയമിച്ചോ. ദൈവത്തിന്റെ നിയമനം നടക്കുന്ന ദൈവത്തിന്റെ ഓഫീസാണ് സഭയെങ്കിൽ, ദൈവത്തിന്റെ ഓർഗനൈസേഷനാണ് സഭയെങ്കിൽ, അതിനകത്ത് ദൈവം അപ്പോയിന്റ് ചെയ്തിട്ടുള്ള അല്ല. ഇനി ഇതൊക്കെ നിന്നുപോയെന്ന് പറഞ്ഞാൽ ആമേൻ, ദൈവത്തിന്റെ ഓർഗനൈസേഷനാണ് സഭ. ഈ ഓർഗനൈസേഷനിലെ 5 ഓഫീസാണ് അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ, സുവിശേഷകന്മാർ. ഒരു കൂട്ടര് പറയുന്നത് ഇപ്പൊ കർത്താവ് ഇതൊന്നും അപ്പോയിന്റ് ചെയ്യുന്നില്ല, ഓഫീസെല്ലാം പൂട്ടിപ്പോയെന്നാ. എടാ, നിന്റെ ഓഫീസ് പൂട്ടിപ്പോയെന്ന് പറഞ്ഞാ നിന്റെ കമ്പനി ദൈവം വേറെ ആർക്കാണ്ട് വിറ്റെന്നാ അതിന്റെ അർത്ഥം. ഇന്ന് നിന്റെ കമ്പനിയിലേക്ക് ദൈവം ഒരു മാനേജറെ അയക്കുന്നില്ലെന്ന് പറഞ്ഞാൽ, ഇന്ന് നിന്റെ കമ്പനിയിൽ ദൈവം ഒരു ഓഫീസ് വിടുന്നില്ലെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിന്റെ ഫ്രാഞ്ചൈസി ദൈവം കട്ട് ചെയ്ത് കളഞ്ഞെന്ന്. നമ്മുടെ ഈ കോട്ടയം പട്ടണത്തിനകത്ത് ഒരു 10 വർഷമൊക്കെ നിങ്ങൾ പുറത്ത് താമസിച്ചിട്ട് തിരിച്ചിവിടെ വന്ന് നിങ്ങൾക്ക് നല്ല പരിചയമുണ്ട്. ഈ കടയിൽ പോയാൽ ഇന്ന സാധനം കിട്ടും. നിങ്ങൾ ഇന്ന് ആ കടയുടെ വാതുക്കെ ചെല്ലുമ്പോൾ ആ കട പൂട്ടിയിട്ടേക്കുക. അപ്പുറത്തെ കടയിൽ ചെന്നിട്ട് ചോദിച്ചു, ഇവിടെ ഇല്ല, ആ കമ്പനിക്കാരിപ്പോൾ ഇവർക്ക് സെയില് കൊടുക്കുന്നില്ല, ആ കമ്പനി ഇപ്പോൾ ഇവിടെ ഇല്ല. എന്താ കാര്യമെന്നറിയാമോ? ആ കമ്പനിക്ക് ഇവൻ വേണ്ട പരുവത്തി കാശ് കൊടുത്തില്ല, ട്രാൻസാക്ഷൻ കറക്റ്റ് അല്ലായിരുന്നു, അതുകൊണ്ട് ആ കമ്പനി ഇവൻ്റെ ഏജൻസി കട്ട് ചെയ്ത് കളഞ്ഞു. ഇന്ന് കേരളത്തിലും ഇതുപോലത്തെ കുറേ സഭക്കാരുണ്ട്. പരിശുദ്ധാത്മാവുണ്ട്, പക്ഷേ അന്യഭാഷ നിന്നുപോയി, പ്രവചനം നിന്നുപോയി, കൃപാവരങ്ങൾ നിന്നുപോയി. 1 കൊരിന്ത്യർ 13 പറഞ്ഞിട്ടില്ല ഇതെല്ലാം നിൽക്കുമെന്ന്? എല്ലാം നിന്നുപോയി. സിമ്പിളി പറഞ്ഞാൽ ഞങ്ങളുടെ ഫ്രാഞ്ചൈസി പൂട്ടി സാറേ, ഞങ്ങളുടെ ഫ്രാഞ്ചൈസി പൂട്ടി. പിന്നെ ഈ കടകളൊക്കെ പൂട്ടിയാലും ആ കടയുടെ മേളിൽ പഴയ ബോർഡിരിക്കും. ഇതേ സംഭവിച്ചിട്ടുള്ളൂ. ആമേൻ. ഈ പഴയ ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണേ. പഴയ ഒപ്റ്റിക്കൽ ഷോപ്പിലൊക്കെ ചെന്നാലേ കണ്ണാടിക്കടയിലെ കച്ചവടമെല്ലാം പൂട്ടി, പക്ഷെ അതിൻ്റെ മുകളിൽ ചെന്നാൽ കാണാം ഓരോ ബ്രാൻഡുകൾ എഴുതി വെച്ചിരിക്കുന്നത്. അതിനെക്കാട്ടിലും പണ്ട് നമ്മുടെ നാട്ടിലെല്ലാം ഉണ്ടായിരുന്നു വാച്ച് റിപ്പയറിംഗ് ഷോപ്പ്. ഇപ്പോൾ വാച്ച് റിപ്പയറിംഗ് ഷോപ്പിൽ ചെന്നാൽ ആകെ ബാറ്ററിയുടെ 10 സ്ട്രിപ്പ് തൂക്കിയിട്ടേക്കുന്നത് കാണാം. ആമേൻ. അകത്ത് കിടക്കുന്നതെല്ലാം 10 രൂപയുടെ ബാറ്ററി, പക്ഷെ മേളിൽ എഴുതിയേക്കുന്നത് എന്താ അറിയാമോ? സീക്കോ, കാഷിയോ, റാഡോ, ഓക്ലി, എല്ലാ വലിയ ബ്രാൻഡുകൾ മേളിൽ എഴുതിയിട്ടുണ്ട്. റാഡോയുടെ ബോർഡുണ്ടല്ലോ, വാച്ച് ഉണ്ടോ? ഓ, അതൊക്കെ നിർത്തിപ്പോയി, എല്ലാം നിർത്തിപ്പോയത് കമ്പനി വല്ലതും പൂട്ടിയിട്ടുണ്ടോ? നല്ല കടയിൽ പോയാൽ ഇപ്പോഴും സാധനം കിട്ടുവന്നേ, ഇവന്റെ കട പൂട്ടിപ്പോയി. എൻ്റെ പൊന്നച്ചായ വാടക കൊടുത്ത് കടം കുടിക്കാതെ കട പൂട്ടി വേറെ ഏതെങ്കിലും കടയിൽ ജോലിക്ക് പോന്നേ, നാട്ടുകാരെ പറ്റിക്കാതെ. നല്ല കടയിൽ ഇപ്പോഴും സാധന സെയിൽസ് ഉണ്ട്. ആമേൻ. നല്ല ബ്രാൻഡുകൾ നല്ല കടയിൽ ഇന്നും ഉണ്ടെന്ന്. ആമേൻ. ആമേൻ. എല്ലാ ബ്രാൻഡുകളും എല്ലാ കടയിലും കൊടുക്കുകയല്ലെന്നേ.
കാരണം ആ ബ്രാൻഡിന്റെ മാന്യതയ്ക്കുള്ള ഷോറൂമിലെ ഇവൻ ഇത് ഡിസ്പ്ലേ ചെയ്യത്തുള്ളെന്ന്. ആമേൻ. നീ ഇങ്ങനെ കുശുമ്പും കുന്നായ്മയും പിടിച്ചോണ്ടിരുന്ന നിന്റെ ഷോറൂമിൽ കൊണ്ടുവന്ന് എന്റെ അപ്പന്റെ ബ്രാൻഡ് സെയിൽ ചെയ്യത്തില്ലെന്ന്. അപ്പൊ സാക്ഷിയാകണമെങ്കിൽ ഒന്ന് നിയോഗം കിട്ടണം, 2 സാക്ഷിയാകണമെങ്കിൽ കൽപ്പന കിട്ടണം, 3 സാക്ഷിയാകണമെങ്കിൽ അഭിഷേകം കിട്ടണം, 4 സാക്ഷിയാകണമെങ്കിൽ സ്തോത്ര അപ്പോസ്തല പ്രവൃത്തി 26:16 അപ്പോസ്തല പ്രവൃത്തി 26:16 വരുമ്പോൾ ആമേൻ, ശൗല് പൗലോസാകുന്ന ദമസ്കോസിന്റെ പടിവാതിൽക്കലെ സംഭവങ്ങൾ പൗലോസ് വിശദീകരിക്കുകയാണ്. അതിന്റെ 26-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുകയാണ്, എങ്കിലും നീ എഴുന്നേറ്റ് നിവർന്നു നിൽക്ക, നീ എന്നെ കണ്ടതിനോ ഞാൻ നിനക്ക് പ്രത്യക്ഷനാവാനിരിക്കുന്നതിനോ നിന്നെ ശുശ്രൂഷകനും സാക്ഷിയുമായി നിയമിപ്പാൻ ഞാൻ പ്രത്യക്ഷനായി. അപ്പൊ പറയുകയാണ്, നിന്നെ സാക്ഷിയായി നിയമിപ്പാൻ ഞാൻ എന്ത് ചെയ്തോ? നിനക്ക് പ്രത്യക്ഷനായി. അങ്ങനെയെങ്കിൽ ഞാൻ പറയാ, ദൈവത്തിന്റെ പ്രത്യക്ഷത കണ്ടവർക്ക്, ദൈവത്തിന്റെ എൻകൗണ്ടർ ഉണ്ടായവർക്ക് മാത്രമേ എന്താകാൻ കഴിയത്തുള്ളൂ? ദൈവത്തിന്റെ സാക്ഷിയാകാൻ കഴിയത്തുള്ളൂ. അഭിഷേകം പ്രാപിച്ച മാത്രം പോരാ, കൃപാവരം പ്രാപിച്ച മാത്രം പോരാ, അതിനപ്പുറം നിനക്കൊരു എൻകൗണ്ടർ ഉണ്ടാകണോ? നിന്റെ പ്രാർത്ഥനാ മുറിയിൽ തേജോമയനായ ദൈവം ഇറങ്ങി വരണോ? നിന്റെ പ്രാർത്ഥനാ പായിക്കകത്ത് ദൈവത്തിന്റെ സാന്നിധ്യത്തെ നീ കാണണോ? നിന്റെ ഉപവാസത്തിനകത്ത് you must have an encounter. ഇന്ന് പകൽ ഞാൻ ഇതിനകത്ത് ശുശ്രൂഷിക്കുമ്പോൾ എന്റെ ദൈവം ഇതിനകത്ത് ചില എൻകൗണ്ടറുകളെ, ചില മാനിഫെസ്റ്റേഷനുകളെ ഓപ്പൺ ചെയ്യുകയാണ്. ഹോളി സ്പിരിറ്റ്, യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആത്മമണ്ഡലം ഇതിനകത്ത് തുറക്കട്ടെ, ദർശനങ്ങൾ ഇതിനകത്ത് ഓപ്പൺ ആകട്ടെ. I command in kingdom spirit, ഒരു വലിയ എൻകൗണ്ടർ ഓപ്പൺ ആകട്ടെ, ഒരു വലിയ എൻകൗണ്ടർ, ഒരു വലിയ ദൈവ സാന്നിധ്യത്തിലേക്ക് പരിശുദ്ധാത്മാവ് ജനത്തെ ലിഫ്റ്റ് ചെയ്യട്ടെ. ഇന്ന് പകൽ നിനക്കൊരു എൻകൗണ്ടർ. ഇന്ന് പകൽ നീ ദൈവത്തെ അഭിമുഖമായി കാണോ. ഇന്ന് പകൽ നീ ദൈവത്തെ അഭിമുഖമായി കാണോ. ഹോളി സ്പിരിറ്റ്, ഇതിനകത്ത് അറ്റ്മോസ്ഫിയർ മാറട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ശുശ്രൂഷിച്ച് കൽപ്പിക്കുന്നു. I command in spirit, let the atmosphere be changed. Let the atmosphere be changed. Let the spirit realm be opened. ആത്മമണ്ഡലം തുറക്കുകയോ, ആത്മമണ്ഡലം തുറക്കുകയോ. ചിലർ ഇതാ ദൈവ സാന്നിധ്യത്തിലേക്ക് കയറാൻ പോകുന്നു. An encounter is going to happen. An encounter is going to happen. ചില മിനിറ്റുകൾക്കകത്ത് പരിശുദ്ധാത്മാവ് ചിലരെ ആത്മമണ്ഡലത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്. ഇതാ ദർശനതലം ഓപ്പൺ ആകുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ I command in spirit authority, let the spirit realm be opened. ഇതാ ആത്മാവ് ചിലരെ ഈ ആലയത്തിനകത്ത് ഉയർത്തിക്കൊണ്ടുപോകുന്നു. ഇതാ പരിശുദ്ധാത്മാവ് ചിലരെ ഷിഫ്റ്റ് ചെയ്യുന്നു. യെസ്, ആരും കണ്ണുകളെ തുറക്കരുത്. ആത്മസാന്നിധ്യം ഇതിനകത്ത് റിലീസ് ആവുകയോ, ദൈവ സാന്നിധ്യം റിലീസ് ആവുകയോ, പരിശുദ്ധാത്മാവ് റിലീസ് ആവുകയോ. പരിശുദ്ധാത്മാവ് ചിലരെ ലിഫ്റ്റ് ചെയ്യുകയാണ്. ഒരു എൻകൗണ്ടർ ഇതിനകത്ത് ദൈവം ഓപ്പൺ ആക്കുക. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ജയമെടുക്കുന്നു. യേശു ക്രിസ്തുവിന്റെ അധികാരത്തിൽ ജയമെടുക്കുന്നു. അവിടെയും ഇവിടെയും നോക്കി നിൽക്കരുത്. ഇത് ദൈവ സാന്നിധ്യം വ്യാപരിക്കുന്ന സമയമാ. ഓപ്പൺ ആകട്ടെ, ഓപ്പൺ ആകട്ടെ, ഓപ്പൺ ആകട്ടെ. വിവശതകളിലേക്ക് കയറി പോകട്ടെ. ദൈവ സഭ എൻകൗണ്ടറിലേക്ക് ഷിഫ്റ്റ് ആകട്ടെ. സഹോദരന്മാരുടെ ഇടയിൽ, സഹോദരന്മാരുടെ ഇടയിൽ പരിശുദ്ധാത്മാവ് ഈ ലോക സാഹചര്യത്തിൽ നിന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇതിനെ ലിഫ്റ്റ് ചെയ്യട്ടെ. I command in spirit, yes, ലിഫ്റ്റ് ആകട്ടെ, ലിഫ്റ്റ് ആകട്ടെ, ലിഫ്റ്റ്
Oh, Sabara Hartania, releasing the Holy Spirit, releasing the Holy Spirit. ഇതാ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്നു, ഇതിനകത്ത് പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്നു. I command every demonic spirits come out. മറഞ്ഞു കിടക്കുന്ന പോരുകൾ വെളിയിൽ വരും. ദൈവ സാന്നിധ്യത്തിലേക്ക് ഇതിനകത്ത് ലിഫ്റ്റ് ചെയ്യപ്പെടുകയാണ്. ദർശനങ്ങളിലേക്ക് നിന്റെ കണ്ണ് രാജാവിനെ അവന്റെ സൗന്ദര്യത്തോടെ കാണോ. നിന്റെ കണ്ണ് രാജാവിനെ അവന്റെ സൗന്ദര്യത്തോടെ കാണോ. Oh, you shall see with his beauty. ഇതാ പരിശുദ്ധാത്മാവ് ഇതാ ആത്മതലത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നു, ആത്മസാന്നിധ്യത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നു. ദൂതന്മാർ വെളിപ്പെടട്ടെ, ആത്മമണ്ഡലം തുറക്കട്ടെ. ദൂതന്മാർ വെളിപ്പെടട്ടെ, ആത്മമണ്ഡലം തുറക്കട്ടെ. ദൂതന്മാർ വെളിപ്പെടട്ടെ, ആത്മമണ്ഡലം തുറക്കട്ടെ. ഇതാ കൊറന്നല്യോസിന്റെ പ്രാർത്ഥനാ മുറിയിൽ ദൂതൻ ഇറങ്ങിയതുപോലെ, കൊറന്നല്യോസിന്റെ പ്രാർത്ഥനാ മുറിയിൽ ദൂതൻ ഇറങ്ങിയതുപോലെ ഇന്ന് പകൽ ഇതിനകത്ത് opening the angelic realm, opening the angelic realm. Thank you, Lord, for the atmosphere is being changed. Thank you, Lord, for the atmosphere is being changed. ആത്മസാന്നിധ്യത്തിന്റെ അസാധാരണത്വങ്ങളിലേക്ക് ജനം ഷിഫ്റ്റ് ആകട്ടെ. ആസ്പർഡിയ പാറോസമാർഥാനിയ പ്രവാചി വേൽഖർമോസിയ പ്രവാചിയ റസ്മേനിയ ഠഗനഗ ഠഗനഗ ഠഗാനിയ